ഒരു ചോദ്യം. ഒരേ വെള്ള കുപ്പി. ഒരു കടയിൽ 20 രൂപ. പക്ഷേ എയർപോർട്ടിൽ 100 രൂപ. ഇത് തട്ടിപ്പാണോ? അല്ല. ഇതിന് പിന്നിൽ വളരെ ശക്തമായ ഒരു ബിസിനസ് സൈക്കോളജിയുണ്ട്. ഈ വീഡിയോ കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് തീരുമാനിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ആദ്യം, ഒരേ പ്രോഡക്റ്റിന് എന്തുകൊണ്ടാണ് പല സ്ഥലങ്ങളിൽ പല പ്രൈസ് എന്ന് നോക്കാം. ഒരു വെള്ളക്കുപ്പി ഉണ്ടാക്കാൻ ഏകദേശം ഒരേ കോസ്റ്റ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ പ്രൈസ് എല്ലായിടത്തും ഒരുപോലെയല്ല. ഒരു ലോക്കൽ ഷോപ്പ്, സിനിമ, എയർപോർട്ട്, തീം പാർക്ക്, ലക്ഷറി ഹോട്ടൽ എല്ലായിടത്തും പ്രൈസ് മാറും. എന്തുകൊണ്ട്? കാരണം അവർ വെള്ളം മാത്രം വിൽക്കുന്നില്ല, അവർ കൺവീനിയൻസ് ആണ് വിൽക്കുന്നത്. ഒരു ഉദാഹരണം നോക്കാം. നിങ്ങൾ എയർപോർട്ടിലാണ്. ഫ്ലൈറ്റ് പുറപ്പെടാൻ ഇനി 20 മിനിറ്റ് മാത്രം. പുറത്തുപോയി മറ്റൊരു കടയിൽ നിന്ന് വെള്ളം വാങ്ങാൻ കഴിയില്ല. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വെള്ളം വേണം. അപ്പോൾ 20 രൂപ ആണോ 100 രൂപ ആണോ? മിക്ക ആളുകളും വാങ്ങും. കാരണം ആ സമയത്ത് നിങ്ങൾ വാങ്ങുന്നത് വെള്ളമല്ല, സമയം, സൗകര്യം, മനസ്സമാധാനം ഇവയാണ്. പക്ഷേ ഇത് എയർപോർട്ടിൽ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല. സിനിമയിലൊരു പോപ്കോൺ പുറത്ത് 60 രൂപയ്ക്ക് കിട്ടുന്ന സാധനം അകത്ത് 300 രൂപയധികം വില വരാം. ഒരു കോഫി എയർപോർട്ടിലോ ഹോട്ടലിലോ സാധാരണ കോഫി ഷോപ്പിനേക്കാൾ വില കൂടിയിരിക്കും. കാരണം ഓരോ സ്ഥലത്തിനും അവിടെ ലഭിക്കുന്ന എക്സ്പീരിയൻസിനും ആളുകൾ നൽകുന്ന വില വ്യത്യസ്തമാണ്. ബിസിനസ്സിൽ ഒരു പ്രധാന റൂളുണ്ട്. പ്രൈസ് ഇസ് നോട്ട് ബേസ്ഡ് ഓൺലി ഓൺ കോസ്റ്റ്, പ്രൈസ് ഇസ് ബേസ്ഡ് ഓൺ വാല്യൂ. അതായത് ഒരു കസ്റ്റമറിന് ആ പ്രൊഡക്റ്റ് ആ നിമിഷം എത്ര വാല്യൂ നൽകുന്നു അതിനനുസരിച്ചാണ് പ്രൈസ് തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് റോളെക്സ്, ആപ്പിൾ പോലുള്ള ലക്ഷറി ബ്രാൻഡ്സ് ഉണ്ടാക്കാനുള്ള കോസ്റ്റ് മാത്രം നോക്കി പ്രൈസ് തീരുമാനിക്കാത്തത്. അവർ വിൽക്കുന്നത് ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല, ഒരു എക്സ്പീരിയൻസ്, ഒരു ബ്രാൻഡ്, ഒരു സ്റ്റേറ്റസ്, ഒരു ഫീലിംഗ് കൂടിയാണ്. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. നിങ്ങൾ മരുഭൂമിയിലാണെന്ന് കരുതൂ. കയ്യിൽ 1000 രൂപയുണ്ട്, പക്ഷേ കുടിക്കാൻ വെള്ളമില്ല. അപ്പോൾ ഒരാൾ ഒരു വെള്ളക്കുപ്പി 500 രൂപയ്ക്ക് വിറ്റാൽ നിങ്ങൾ വാങ്ങുമോ? മിക്ക ആളുകളും വാങ്ങും. കാരണം ആ സമയത്ത് വെള്ളത്തിൻ്റെ കോസ്റ്റ് അല്ല, അതിൻ്റെ വാല്യൂ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് ബിസിനസ് ലോകത്ത് പറയുന്ന ഒരു വാചകം, പീപ്പിൾ ഡോണ്ട് പേ ഫോർ പ്രൊഡക്ട്സ്, ദേ പേ ഫോർ വാല്യൂ. ഇനി ഈ പ്രിൻസിപ്പിൾ ഉപയോഗിക്കുന്നത് വലിയ കമ്പനികൾ മാത്രമല്ല. ഒരു ഫ്രീലാൻസർ, ഒരു ഡിസൈനർ, ഒരു വീഡിയോ എഡിറ്റർ, ഒരു ടീച്ചർ, എല്ലാവർക്കും ഇത് ബാധകമാണ്. 2 ആളുകൾ ഒരേ സർവീസ് ചെയ്താലും ഒരാൾ 500 രൂപ വാങ്ങും, മറ്റൊരാൾ 5000 രൂപ വാങ്ങും. എന്തുകൊണ്ട്? കാരണം രണ്ടാമത്തെ ആൾ കൂടുതൽ ട്രസ്റ്റ്, കൂടുതൽ ക്വാളിറ്റി, കൂടുതൽ റിസൾട്ട് നൽകുന്നു. അതായത് കസ്റ്റമർ പണം നൽകുന്നത് മണിക്കൂറുകൾക്കല്ല, ലഭിക്കുന്ന വാല്യൂക്കാണ്. ഇനി ഈ കഥയിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കാൻ കഴിയുക? നിങ്ങൾ ഭാവിയിൽ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ കോസ്റ്റ് മാത്രം നോക്കി പ്രൈസ് വയ്ക്കരുത്. കസ്റ്റമറിന് നിങ്ങൾ നൽകുന്ന യഥാർത്ഥ വാല്യൂ എന്താണ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എപ്പോഴും ഓർക്കുക, ആളുകൾ പ്രൊഡക്റ്റ് വാങ്ങുന്നില്ല, അവർ അവരുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനാണ് വാങ്ങുന്നത്. ഒരു ബിസിനസ് വിജയിക്കണമെങ്കിൽ ആദ്യം ചോദിക്കേണ്ട ചോദ്യം ഞാൻ എന്താണ് വിൽക്കുന്നത് എന്നതല്ല, ഞാൻ ഏത് പ്രശ്നമാണ് പരിഹരിക്കുന്നത് എന്നതാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുന്ന ബിസിനസ്സുകളാണ് ദീർഘകാലം വിജയിക്കുന്നത്. അടുത്ത തവണ എയർപോർട്ടിൽ 100 രൂപയുടെ വെള്ളക്കുപ്പി കാണുമ്പോൾ അത് തട്ടിപ്പാണെന്ന് പറയുന്നതിന് മുമ്പ് അതിനു പിന്നിലുള്ള ബിസിനസ് സ്ട്രാറ്റജി ഓർക്കൂ. ഇതുപോലുള്ള ബിസിനസ്, ഫിനാൻസ്, മണി സൈക്കോളജി, ഇൻവെസ്റ്റിംഗ് എന്നിവയെക്കുറിച്ചുള്ള വീഡിയോകൾക്കായി വെൽത്തിഫൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.
നന്ദി.